ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ്, കമ്പനി ബോർഡ് LGS, വെബ് കോഡ് ലേഡി, VFA പോലുള്ള എക്സാംസിനുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഇതിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. 1761 ഏത് യൂറോപ്യൻ ശക്തിയാണ് മയ്യഴിയിലെ ഫ്രഞ്ചുകാരെ തോൽപ്പിച്ചത്? 1761 ഏത് യൂറോപ്യൻ ശക്തിയാണ് മയ്യഴിയിലെ ഫ്രഞ്ചുകാരെ തോൽപ്പിച്ചത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഡെൻമാർക്കുകാർ. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് 1761 മയ്യഴിയിലെ ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച ശക്തി? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാരാണ് 1761 മയ്യഴിയിലെ ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച യൂറോപ്യൻ ശക്തി. വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടനയായ മാഹി മഹാജനസഭ രൂപവൽകൃതമായത് 1938 മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടനയാണ് മാഹി മഹാജനസഭ. അത് രൂപവൽകൃതമായതെന്നാണ് 1938. അതിൽ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കല്ലാട്ട് അനന്തൻ മാസ്റ്റർ ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? സി ഭരതനായിരുന്നു മാഹി മഹാജനസഭയുടെ ആദ്യത്തെ സെക്രട്ടറി. ആദ്യത്തെ പ്രസിഡന്റ് ആയത് കല്ലാട്ട് അനന്തൻ മാസ്റ്ററും ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് സി ഭരതനുമാണ്. ഏഷ്യയുടെ ജലഗോപുരം എന്നറിയപ്പെടുന്നതും മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണവുമായ പർവ്വതനിര ഏതാണ്? ഏഷ്യയുടെ ജലഗോപുരം എന്നറിയപ്പെടുന്നതും മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണവുമായ പർവ്വതനിര ഏതാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പശ്ചിമഘട്ടം, ഹിമാലയം, ആരവല്ലി, ആൻഡീസ്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഏഷ്യയുടെ ജലഗോപുരം അല്ലെങ്കിൽ മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ ഹിമാലയം. ഹിമാലയമാണ് ഏഷ്യയുടെ ജലഗോപുരം എന്നറിയപ്പെടുന്നത്, അതുപോലെ മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണവുമായ പർവ്വതനിര. ശിലാപാളികൾക്ക് വലനം അല്ലെങ്കിൽ ഫോൾഡിംഗ് സംഭവിക്കുമ്പോഴാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. എപ്പോഴാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്? ശിലാപാളികൾക്ക് വലനം അല്ലെങ്കിൽ ഫോൾഡിംഗ് സംഭവിക്കുമ്പോഴാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയവും ആൽപ്സും ഇത്തരത്തിൽ രൂപപ്പെട്ട പർവ്വതങ്ങളാണ്. മഞ്ഞിൻ്റെ വീട് എന്നാണ് ഹിമാലയം എന്ന വാക്കിനർത്ഥം. ഹിമാലയം എന്ന വാക്കിനർത്ഥം എന്താണ്? മഞ്ഞിൻ്റെ വീടെന്നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മധ്യേഷ്യൻ ഇടയിൽ ഇതൊരു കാലാവസ്ഥ വിഭജകമായി അല്ലെങ്കിൽ ക്ലൈമറ്റ് ബാരിയറായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മധ്യേഷ്യയുടെ ഇടയിൽ ഇവരൊരു കാലാവസ്ഥാ വിഭജകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭഗത് സിംഗിൻ്റെയും കൂട്ടരെയും രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നാം ജീവിക്കുന്നതിന് വേണ്ടിയാണല്ലോ അവർ മരിച്ചത് എന്ന് പറഞ്ഞത് ആരാണ്? ഭഗത് സിംഗിൻ്റെ കൂട്ടരുടെയും രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നാം ജീവിക്കുന്നതിന് വേണ്ടിയാണല്ലോ അവർ മരിച്ചത് എന്ന് പറഞ്ഞത് ആരാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി, അജിത് സിംഗ്, ജവഹർലാൽ നെഹ്റു, ബാബ കാൻഷിറാം. ഈ 4 ഓപ്ഷൻസിൽ ആരാണ് നാം ജീവിക്കുന്നതിന് വേണ്ടിയാണല്ലോ അവർ മരിച്ചതെന്ന് ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പറഞ്ഞത്? ആലോചിച്ച് നോക്കി, ആരായിരിക്കും ഇത്തരത്തിൽ പറയാൻ ചാൻസ് ഉള്ളത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും രക്തസാക്ഷിത്വത്തിലെ നാം ജീവിക്കുന്നതിന് വേണ്ടിയാണല്ലോ അവർ മരിച്ചതെന്ന് പറഞ്ഞത്. ഭഗത് സിംഗിൻ്റെ വധശിക്ഷ നടപ്പിലാക്കിയ ശേഷം മൃതശരീരം ബന്ധുക്കൾക്ക് കൈമാറാതെ അഗ്നിക്കിരയാക്കി സത്ലജ് നദിയിലേക്ക് എറിഞ്ഞു. ഭഗത് സിംഗിൻ്റെ വധശിക്ഷ നടപ്പിലാക്കിയ ശേഷം മൃതശരീരം ബന്ധുക്കൾക്ക് കൈമാറാതെ അഗ്നിക്കിരയാക്കി സത്ലജ് നദിയിലേക്കാണ് എറിഞ്ഞത്. ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും സമാധി സ്ഥലത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹുസൈനി വാല. ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും സമാധി സ്ഥലമാണ് ഹുസൈനി വാല. അവ സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാന് 12 ഗ്രാമങ്ങൾ വിട്ടുകൊടുത്ത് ഇന്ത്യ സ്വന്തമാക്കി. ഭഗത് സിംഗിൻ്റെ വധത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ കറുത്ത വസ്ത്രം മാത്രമേ ധരിക്കൂ എന്ന് പ്രതിജ്ഞ എടുക്കുകയും 1943 ഒക്ടോബർ 15 അന്തരിക്കുന്നതുവരെ അത് പാലിക്കുകയും ചെയ്ത വ്യക്തിയാണ് ബാബ കാൻഷിറാം. നമ്മുടെ ഈ ഓപ്ഷൻസിൽ ഒരാളായിരുന്നു ബാബ കാൻഷിറാം. അദ്ദേഹം ഭഗത് സിംഗിൻ്റെ വധത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ കറുത്ത വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കൂ എന്ന് പ്രതിജ്ഞ എടുത്ത് അദ്ദേഹം മരിക്കുന്നത് വരെയും ആ ഒരു പ്രതിജ്ഞ അദ്ദേഹം എന്ത് ചെയ്തു? പാലിക്കുകയും ചെയ്തു. എന്നാണ് മരിച്ചത്? 1943 ഒക്ടോബർ 15 ബാബ കാൻഷിറാം അന്തരിച്ചത്.
അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയായ നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയായ നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആനമുടി, അഗസ്ത്യമല, സഹ്യപർവ്വതം, ശിവഗിരി മലകൾ. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ അഗസ്ത്യമലയാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയായ നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അഗസ്ത്യമലയിൽ നിന്നാണ്. അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നെയ്യാർ അറബിക്കടലിൽ പതിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ വെച്ചാണ്. അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നെയ്യാർ അറബിക്കടലിലേക്ക് പതിക്കുന്നത് എവിടെ വെച്ചാണ്? തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ വെച്ചിട്ടാണ് അറബിക്കടലിൽ പതിക്കുന്നത്. പൂവാറിൻ്റെ പുരാതനമായ പേരെന്തായിരുന്നു? പോക്കുമുസാപുരം എന്നാണ്. പൂവാറിൻ്റെ പുരാതനമായ പേരാണ് പോക്കുമുസാപുരം. അതായത് 8 വീട്ടിൽ പിള്ളമാരിൽ നിന്ന് രക്ഷപ്പെടാൻ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടെ അഭയം തേടിയിരുന്നു. എവിടെ? ഈ പണ്ടത്തെ അറിയപ്പെടുന്ന പോക്കുമുസാപുരം എന്ന സ്ഥലത്ത്, അതായത് ഇപ്പോഴത്തെ പൂവാറിൽ എന്ത് ചെയ്തു? അദ്ദേഹം അഭയം തേടിയിരുന്നു. അക്കാലത്ത് നെയ്യാറിലൂടെ ആറ്റുവഞ്ചിപ്പൂക്കൾ ഒഴുകി വരുന്നത് കണ്ട രാജാവ് പൂവാറാണല്ലോ എന്ന് വിശേഷിപ്പിക്കുകയും പിൽക്കാലത്ത് ഈ പ്രദേശം പൂവാർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സൂര്യൻ്റെ അന്തരീക്ഷ പാളികൾ ഏറ്റവും പുറമെയായി കാണപ്പെടുന്നതും ഏറ്റവും കൂടുതൽ താപനിലയുള്ളതുമായ ഭാഗം ഏതാണ്? സൂര്യൻ്റെ അന്തരീക്ഷ പാളികൾ ഏറ്റവും പുറമെയായി കാണപ്പെടുന്നതും ഏറ്റവും കൂടുതൽ താപനിലയുള്ളതുമായ ഭാഗം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഫോട്ടോസ്ഫിയർ, കൊറോണ, ക്രോമോസ്ഫിയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഈ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള കൊറോണയാണ്. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സൗരയൂഥത്തിൻ്റെ ആകെ പിണ്ഡത്തിൻ്റെ 99.86% എവിടെയാണ്? സൂര്യനിലാണ്. സൗരയൂഥത്തിൻ്റെ ആകെ പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ്, അതിൻ്റെ 99.86% എവിടെയാണ്? സൂര്യനിലാണ്. സൂര്യൻ്റെ പ്രകമ്പനം കൊള്ളുന്ന ഉപരിതലവും ഏറ്റവും താഴ്ന്ന അന്തരീക്ഷ പാളിയുമാണ് ഫോട്ടോസ്ഫിയർ. ഇതിൻ്റെ കനമെന്ന് പറഞ്ഞാൽ ഏകദേശം 500 കിലോമീറ്ററാണ്. ഫോട്ടോസ്ഫിയറിൻ്റെ കനം ഏകദേശം എത്രയാണ്? 500 കിലോമീറ്ററാണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5505 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5505 ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്നത്. സൂര്യപ്രകാശത്തിലെ UV കിരണങ്ങളാണ് സൂര്യതാപനത്തിന് കാരണമാകുന്നത്. സൂര്യൻ്റെ താപത്തിന് കാരണമാകുന്നത് സൂര്യപ്രകാശത്തിലെ UV കിരണങ്ങളാണ്. ഫോട്ടോസ്ഫിയറും കൊറോണയ്ക്കും ഇടയ്ക്കുള്ള പാളിയാണ് ക്രോമോസ്ഫിയർ. ഫോട്ടോസ്ഫിയറിനും കൊറോണയ്ക്കും ഇടയിലുള്ള ഭാഗമാണ് ക്രോമോസ്ഫിയർ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലത്തെയാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ AU എന്ന് വിളിക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലത്തെയാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത ദിവസത്തിലോട്ട് പോവാം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലെഡ്, ലിഥിയം, അലുമിനിയം, പ്ലാറ്റിനം. ഇതിലേതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ലോഹം? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ ലിഥിയമാണ്. ലിഥിയമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നത് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവയെ നമ്മൾ പറയപ്പെടുന്നത് മൃദുലോഹങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റൽസ് എന്നാണ് പറയുന്നത്. കാരണം കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളാണ് ഇവ. അതുകൊണ്ടാണ് മൃദുലോഹങ്ങൾ എന്ന് പറയുന്നത്. ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുതി ചാലകത, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന സാന്ദ്രത, സോണോറിറ്റി, ഉയർന്ന ദ്രാവണാങ്കം എന്നിവയാണ് ലോഹങ്ങളുടെ പൊതുവായ ഭൗതിക ഗുണങ്ങൾ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ട് ഏതൊക്കെയാണ് ലോഹങ്ങളുടെ പൊതുവായിട്ടുള്ള ഭൗതിക ഗുണങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്താണ് എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ്? ഉയർന്ന താപചാലകത അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ടിവിറ്റി, ഉയർന്ന വൈദ്യുതി ചാലകത ഇലക്ട്രിസിറ്റി കണ്ടക്ടിവിറ്റി, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന സാന്ദ്രത, സൊണോറിറ്റി, ഉയർന്ന ദ്രാവണാങ്കം എന്നിവയാണ് ലോഹങ്ങളുടെ പൊതുവായ ഭൗതിക ഗുണങ്ങൾ. ഭൂരിഭാഗം ലോഹങ്ങളും എന്താണ്? കാഠിന്യമുള്ളവയാണ്. ഭൂരിഭാഗം ലോഹങ്ങളും കാഠിന്യം ഉള്ളവയാണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുതി ചാലകങ്ങളാണ്. എന്നാൽ എല്ലാ ലോഹങ്ങളിൽ കൂടെ എന്ത് ചെയ്യും? കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എന്ത് ചെയ്യും? പാസ് ചെയ്യും. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാൻ ഉള്ള കഴിവിനെയാണ്
വൈദ്യുതി ചാലകങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാൻ കഴിവുള്ളവയാണ് നമ്മൾ വൈദ്യുതി ചാലകത എന്ന് അറിയപ്പെടുന്നത്. വൈദ്യുതി ചാലകതവും താപചാലകതവും ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് വെള്ളി. വെള്ളിക്കാണ് വൈദ്യുത ചാലകതവും താപചാലകതവും ഏറ്റവും കൂടുതലുള്ള ലോഹം. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം 4 ഓപ്ഷൻസ് ഉണ്ട്. ഇരുമ്പ്, നിക്കൽ, സിങ്ക്, കൊബാൾട്ട്. ഇരുമ്പ്, നിക്കൽ, സിങ്ക്, കൊബാൾട്ട്. ഇതിലേതിലാണ് ജീവകം B12 അടങ്ങിയിരിക്കുന്നത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള കൊബാൾട്ടാണ്. കൊബാൾട്ടിലാണ് ജീവകം B12 അടങ്ങിയിരിക്കുന്നത്. ഭക്ഷണത്തെ ശരീരം ഊർജ്ജമാക്കി മാറ്റുന്ന പ്രവർത്തനത്തിലെ പ്രധാന രാസനിയന്ത്രണ ഘടകങ്ങളാണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിൻസ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം B കോംപ്ലക്സ്. ജലത്തിൽ ലയിക്കുന്നത് അല്ലെങ്കിൽ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ജീവകമാണ് ജീവകം B കോംപ്ലക്സ്. പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? B1, B2, B3, B5, B6, B7, B9, B12 എന്നൊക്കെയാണ്. അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള B കോംപ്ലക്സുകൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കൂടുതലായിട്ടും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇതിപ്പോൾ B കോംപ്ലക്സിൽ പറ്റിയിട്ടുള്ള ഒരുപാട് അവർക്കുള്ള പേരുകൾ, സവിശേഷത, ഫുഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാതിരി ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഓരോന്നും ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി പോവുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ അത്രയും യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയും കോംപ്ലക്സ് ആണ് മെയിനായിട്ടുള്ള B കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുക. ഒന്നുകിൽ ഇവരുടെ പേരായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഐറ്റംസിൽ ഇതിലേതാണോ അത് എടുക്കാനായിരിക്കും പറയുക, അല്ലെങ്കിൽ അതിലുള്ള ലോഹം ഏതാണ്, അല്ലെങ്കിൽ ഇവ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസീസുകൾ, രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ. തലച്ചോറ്, നാഡികൾ എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ B12. വിറ്റാമിൻ B12 എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ്, നാഡികൾ എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിനാണ്. ഇവയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വിറ്റാമിൻ B12 അറിയപ്പെടുന്ന പേരാണ് കൊബാലമിൻ. കൊബാലമിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊരു ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കൊബാലമിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലേ, ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലുള്ള കൊബാൾട്ടായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ. വൈറ്റമിൻ B12 ലോഹം നേരത്തെ പറഞ്ഞത് കൊബാൾട്ട് എന്നാണ്. ഇതിൻ്റെ വേറൊരു പേരെന്താണ്? കൊബാലമിൻ. അപ്പോൾ പേര് വെച്ചൊന്ന് സിങ്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ശരീരത്തിലെ ജനിതക വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B12, ഫോളിക് ആസിഡ് എന്നിവയൊക്കെ. ശരീരത്തിലെ ജനിതക വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന്, ജനറ്റിക് വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B12, ഫോളിക് ആസിഡ് എന്നിവയൊക്കെ. ഫോളിക് ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ആരാണ്? അയൺ ആണല്ലേ. അതുകൊണ്ടാണല്ലോ ഫോളിക് ആസിഡൊക്കെ അയൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്നത്. ഗർഭിണികൾക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട്. തയാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് ഇവ നമ്മൾ എന്തെന്ന് പറയുന്നത്? തയാമിൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് തയാമിൻ. തയാമിൻ എന്ന് പറയുന്നത് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ നോട്ട് ചെയ്ത് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്നത് തയാമിൻ. അങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. തയാമിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ബെറിബെറി എന്ന് പറഞ്ഞാൽ തയാമിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. അടുത്ത ദിവസത്തിലോട്ട് പോവാം. മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം. മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഹൈപ്പോതലാമസ്, തലാമസ്, സെറിബ്രം, സെറിബെല്ലം. മനുഷ്യ ശരീരത്തിലെ ആന്തര സമസ്ഥിതി പാലനം, ശ്രദ്ധിക്കണം, ആന്തര സമസ്ഥിതി പാലനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ മസ്തിഷ്കത്തിൻ്റെ ഭാഗം? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് മനുഷ്യശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമായി അറിയപ്പെടുന്നതാണ് മസ്തിഷ്കം. ബ്രെയിൻ എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമെന്നാണ് അറിയപ്പെടുന്നത്. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. തലയോടെന്ന് പറഞ്ഞാൽ സ്കളിൻ്റെ അകത്താണല്ലോ മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തെങ്കിലും നമുക്ക് തട്ടോ മുട്ടോ നല്ല കാഠിന്യമുള്ള ഇടിയൊക്കെ കിട്ടിയാൽ ഈ ബ്രെയിനിനെ എന്തെങ്കിലും അത് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യും. അത് പൊട്ടി പിന്നെ നമ്മുടെ ഉള്ളിലോട്ട് ബ്രെയിൻ അഫക്റ്റ് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ബോഡിയിലുള്ള. അപ്പോൾ അതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നതും അതിൻ്റെ രീതി തന്നെയാണ് ബോഡിയിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സ്കൾ അല്ലെങ്കിൽ തലയോടിനുള്ളിൽ മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്നത്. ഈ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്നതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഇവയുടെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവ്യമാണ് സെറിബ്രോസ്പൈനൽ ദ്രവ്യം. സെറിബ്രോസ്പൈനൽ ദ്രവ്യം എന്ന് പറഞ്ഞാൽ
ഈ മെനിഞ്ചസിനിടയിലും അതുപോലെ തന്നെ മസ്തിഷ്ക അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവ്യമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവ്യം. രക്തത്തിൽ നിന്നാണ് ഈ ദ്രവ്യം രൂപപ്പെടുന്നത്. ഇവ രൂപപ്പെടുന്നത്. ഇവയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ ഓക്സിജൻ ഒക്കെ കൊടുക്കുക, മസ്തിഷ്കത്തിനുള്ളിൽ മർദ്ദം ക്രമീകരിക്കുക എന്നൊക്കെയാണ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബെല്ലം. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ലോക ഭൂപടം, ഏഷ്യ ഭൂപടം, കഡസ്ട്രിയൽ ഭൂപടം, ഇന്ത്യ ഭൂപടം. ഇതിൽ ഏതായിരിക്കും ലാർജ് സ്കെയിൽ മാപ്പ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് ആൻസർ എന്ന്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. കഡസ്ട്രൽ ഭൂപടമാണ് നമ്മുടെ ആൻസർ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂപടങ്ങളെ ചെറിയ തോത് ഭൂപടങ്ങൾ, വലിയ തോത് ഭൂപടങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂപടങ്ങളെ ചെറിയ തോതെന്നും വലിയ തോതെന്നും ക്രമീകരിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തോതുകൾ? പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി. ഈ 3 രീതിയാണ് പ്രധാനപ്പെട്ട തോതുകൾ എന്ന് പറയുന്നത്. ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ പ്രസ്താവന രീതിയിലുള്ള തോതാണ് അനായാസം മനസ്സിലാക്കാൻ സാധിക്കുക. പ്രസ്താവന രീതി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെയാണ് ഭിന്നക രീതി എന്ന് സൂചിപ്പിക്കുന്നത്. ഭിന്നകം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ അല്ലേ, ഭിന്നകം. അങ്ങനെ നമ്മൾ ഭിന്നസംഖ്യ എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റേഷ്യോനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെയാണ് ഭിന്നക രീതി എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും. ഇവിടെ ഉദാഹരണങ്ങളുണ്ട്. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം എന്നിവയൊക്കെ. വലിയ തോതാണ് കഡസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടം എന്നിവയൊക്കെ. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നവയാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ഇനി താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ നൽകുന്നതാണ് വലിയ തോത് ഭൂപടങ്ങൾ. ചെറിയ പ്രദേശങ്ങളുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം നൽകുന്നതാണ് വലിയ തോത് ഭൂപടങ്ങൾ. കഡസ്ട്രൽ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ള ഫ്രഞ്ച് പദമായ കഡസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ്. കഡസ്ട്രൽ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? ഫ്രഞ്ച് നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ്. കഡസ്ട്രൽ ഭൂപടങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു? പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. ഭൂനികുതി കണക്കാക്കാനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കഡസ്ട്രൽ ഭൂപടങ്ങളാണ്. മേ ബി സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഗ്രാമഭൂപടങ്ങളും ഇതിന് ഉദാഹരണമാണ്. സമഗ്രമായ ഭൂ സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് ധരാതലീയ ഭൂപടം. ധരാതലീയ ഭൂപടം എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഭൂ സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് ധരാതലീയ ഭൂപടം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടം. എന്തൊക്കെ ഇവയിൽ ഉൾപ്പെടുന്നു? ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത, വാർത്താവിനിമയ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഇവ. ഏതൊക്കെയാണ്? ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത, വാർത്താവിനിമയ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. അന്തഃസംക്രമണ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിലുള്ള ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളെയാണ്? അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിലെ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഇതിലേതായിരിക്കും നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ എഫ് ബ്ലോക്കാണ്. എഫ് ബ്ലോക്കിനെയാണ് അന്തഃസംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓരോ മൂലക ആറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വന്നു ചേരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മൂലകങ്ങളെ എസ്, പി, ഡി, എഫ് എന്നീ ബ്ലോക്കുകളായി തരംതിരിച്ചിരിക്കുന്നു. എന്താണെന്ന് ശ്രദ്ധിക്കുക. ഓരോ മൂലക ആറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വന്നു ചേരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മൂലകങ്ങളെ എസ്, പി, ഡി, എഫ് എന്ന ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്നത്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണ് അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. അതായത് അവസാനത്തെ ഇലക്ട്രോണ് ഏതിലാണോ ഫില്ല് ചെയ്യുന്നത്
അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. 1-2 മൂലകങ്ങളുള്ള ഗ്രൂപ്പുകളെ എസ് ബ്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെ ആൽക്കലി ലോഹങ്ങളെന്നും രണ്ടാമത്തവരെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നും അറിയപ്പെടുന്നു. എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെയും ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളവരെ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങളെന്നും രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നുമാണ്. ഇനി 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. ഏതാണ്? 13 മുതൽ 18 വരെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. 3 മുതൽ 12 വരെയുള്ളവരാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഏതാണ്? 3 മുതൽ 12 വരെയുള്ളത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഇവർ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏറ്റവും പുറത്തെ ഷെല്ലിന് തൊട്ട് താഴെയുള്ള ആദ്യത്തെ ഡി സബ് ഷെല്ലിലാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏറ്റവും പുറത്തെ ഷെല്ലിന് തൊട്ട് താഴെയുള്ള ആദ്യത്തെ ഡി ഷെല്ലിലാണ്. എന്നാൽ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അഥവാ അന്തസംക്രമണ മൂലകങ്ങൾ, ഇവരിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് ഉള്ളിലേക്കുള്ള രണ്ടാമത്തെ എഫ് ഷെല്ലിലേക്കാണ്. ഈ എഫ് ബ്ലോക്ക് നമ്മൾ ആൻറ്റി പെനൾട്ടിമേറ്റ് എന്നും ഡി ബ്ലോക്ക് മൂലകങ്ങളെ പെനൾട്ടിമേറ്റ് എന്നും പറയാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.